നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. എന്തൊരു ഗോളാണത്! തിയാഗോ അൽമെയ്ഡ അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. അതൊരു വെടിച്ചില്ല് ഗോളാണ്. ഓ, സ്റ്റേഡിയം മുഴുവനും അത്ഭുതപ്പെട്ടു പോയൊരു ഗോൾ. അതിൻ്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, ഡിബു മാർട്ടിനസിൻ്റെ റിയാക്ഷൻ എല്ലാം തെളിയിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അതിലെ ആ ഒരു അവിശ്വസനീയതയും ആവേശവും ഡിസ്ബിലീഫും അസ്റ്റോണിഷ്മെൻറ്റും എല്ലാം കൃത്യമായ അളവിലുണ്ട്. ആ മനോഹരമായ ഗോളാണ് അർജന്റീനയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. മോണ്ടിവീഡിയോയിൽ നടന്ന മത്സരത്തിൽ ലിയോ മെസ്സി ഇല്ലാതെ കളിച്ച മത്സരം. ആ കളിയിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹുലിയൻ അൽവരസും തിയാഗോ അൽമെയ്ഡയും യൂലിയാനോ സിമിയോണിയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും ലിയാൻഡ്രോ പെരേഡസുമാണ് ഉണ്ടായിരുന്നത്. റോദ്രിഗോ ഡി പോൾ പുറത്തിരുന്നു. മറുഭാഗത്ത് പെല്ലിസ്ട്രിയും ഡാർവിൻ ന്യൂനസും അറോഹോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഉറുഗ്വായുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യഘട്ടത്തിൽ ഉറുഗ്വായി ആധിപത്യം പുലർത്തുന്നു എന്ന് തോന്നിയെങ്കിലും അർജന്റീന കാര്യങ്ങൾ തിരികെ പിടിച്ചു. വളരെ സ്പൈസിയായ ഒരു പോരാട്ടമായിരുന്നു എന്ന് പറയണം. ഫൗളുകളും അതുപോലെ ഇരു ടീമിലെ താരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിതമായിരുന്നു മത്സരം. രണ്ടാം പകുതിയിലാണ് ഈ ഒരു സൂപ്പർ ഗോൾ പിറക്കുന്നത്. കളിയുടെ 68-ാമത്തെ മിനിറ്റിൽ ഹുലിൻ ആൽവരസിൽ നിന്ന് ബോൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു ഗോൾ, പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു വെടിച്ചില്ല് ഷോട്ട് ഉറുഗ്വായുടെ വലയിലേക്ക് കയറുന്നത് തന്നെ കാണാൻ എന്തൊരു ചന്തമായിരുന്നു. തിയാഗോ അൽമെയ്ഡയുടെ ആ ഗോളിൽ അർജന്റീന ലീഡെടുത്തു. പിന്നീട് ഇരു ഭാഗത്തേക്കും നീക്കങ്ങൾ ഉണ്ടായെങ്കിലും ഗോൾ പിറന്നില്ല. എന്നാൽ ഗോൾ അടിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഹുലിയാനോ സിമിയോണിക്ക് പകരം നിക്കോളാസ് ഗോൺസാലസിനെ സ്കലോനി കളിക്കളത്തിലേക്ക് വിട്ടിരുന്നു. ആ നിക്കോളാസ് ഗോൺസാലസിന് കളിയുടെ അവസാന ഘട്ടത്തിൽ റെഡ് കാർഡ് കിട്ടി എന്നുള്ളത് അർജന്റീനയ്ക്ക് ഒരു തിരിച്ചടിയാണ്. കളി അവസാനിക്കുമ്പോൾ ഒരു 10 പേരായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞിരുന്നു. ബ്രസീലിനെതിരെയുള്ള അടുത്ത മത്സരം നിക്കോളാസ് ഗോൺസാലസിന് മിസ്സാവും. ഏതായാലും കളി അർജന്റീന 1-0 വിജയിച്ചതോടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവരുടെ ഒന്നാം സ്ഥാനത്ത് അവരങ്ങ് വിരാജിക്കുകയാണ്. നിലവിൽ സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 13 കളികളിൽ നിന്ന് 9 വിജയം, 1 സമനില, 3 തോൽവികൾ, 28 പോയിന്റോടെ അർജന്റീന ഒന്നാം സ്ഥാനത്താണ്. 2026 വേൾഡ് കപ്പിന്റെ തൊട്ടരികിലേക്ക് അവരെത്തിക്കഴിഞ്ഞു എന്നർത്ഥം. അതേസമയം ഈ കളി തോറ്റ ഉറുഗ്വായി അവരാദ്യം ഈ ഒരു റൗണ്ടിന് മുമ്പ് 13-ാം റൗണ്ടിന് മുമ്പ് അവർ 2-ാം സ്ഥാനത്തായിരുന്നു. അവരിപ്പോൾ തോറ്റു 4-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. 13 കളികളിൽ നിന്ന് 5 വിജയങ്ങളും 5 സമനിലകളുമായിട്ട് 20 പോയിന്റാണ് അവർക്കുള്ളത്. ഇതവണ 48 ടീമുകൾ വേൾഡ് കപ്പിനുണ്ട് എന്നുള്ളത് കൊണ്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾക്ക് നേരിട്ട് ക്വാളിഫിക്കേഷൻ ലഭിക്കും. 7-ാമത്തെ ടീമിന് ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് കളിക്കാനും പറ്റും. അതുകൊണ്ട് ഉറുഗ്വായുടെ കാര്യത്തിലും ആശങ്കയ്ക്ക് വകയില്ല എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.